ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ആഗസ്റ്റ് 12-ാം തീയതി കർക്കിടക മാസത്തിലെ കർത്തവാവാണ്. നാളത്തെ ദിവസം ആർക്കൊക്കെ ബലിയിടാം, വീട്ടിലാണ് ബലിയിടുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ബലിയിടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഈ ഒരു കർത്തവാവ് തിഥിയുടെ ആരംഭം എപ്പോഴാണെന്നുള്ളത് നോക്കാം. തിഥി ആരംഭിക്കുന്നത് ആഗസ്റ്റ് 12-ാം തീയതി, അതായത് ഇന്ന് രാത്രി കഴിയുമ്പോൾ തന്നെ ഏകദേശം 2 മണിയോടുകൂടി നമുക്ക് തിഥി ആരംഭിക്കും. തിഥിയുടെ അവസാനം നാളെ ബുധനാഴ്ച രാത്രി 11:06 കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ബലിയിടുന്നതും കർത്തവാവ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് നാളെയാണ്. ബലിയിടുന്നവരൊക്കെ തന്നെ ഇന്ന് മുതൽ നമ്മൾ വ്രതമെടുത്ത് തുടങ്ങണം. ഇന്ന് ഒരിക്കൽ ഊണാണ്, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചു ബാക്കി 2 നേരം ഗോതമ്പോ റവയോ അങ്ങനെയല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. നാളെ നമ്മൾ ബലിയിട്ടതിന് ശേഷം നമുക്ക് മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. അതായത് നോൺ വെജ് കഴിക്കാമെന്നല്ല, നോൺ വെജ് ഇന്നും നാളെയും സ്ട്രിക്റ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. ഇനി ഈ ഒരു കർത്തവാവ് വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള, നമ്മളെല്ലാവരും ഒരുപോലെ നോക്കേണ്ടുന്ന ഒന്നാണ് കർക്കിടകത്തിൽ വരുന്ന കർത്തവാവ്. കാരണം അന്നത്തെ രാത്രി നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും അവർ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലോട്ട് വരുമെന്നുമുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഇത്രയും കാലം മാസത്തിൽ വരുന്ന കർത്തവാവിന് നിങ്ങൾ ബലിയിട്ടിട്ടില്ല, ആണ്ടുബലി നിങ്ങൾ ഇട്ടിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിതൃക്കൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കർക്കിടകത്തിലെ കർത്തവാവിൽ നമ്മൾ ബലിയിടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ അച്ഛനെയും അമ്മയെയും നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടില്ല, അവരെ നോക്കിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടുന്ന ബലിതർപ്പണങ്ങൾ നമ്മൾ സമയാസമയത്ത് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ലൈഫിലോട്ട് ദോഷമായിട്ട് വന്നു ചേരും. അതായത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനക്കുറവ്, രോഗങ്ങൾ വിടാതെ വരുന്നത്, വിവാഹം നടക്കാത്തത്, മക്കൾ ഉണ്ടാവാത്തത്, ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാകുന്നത്, ഇവയൊക്കെ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാണ്. പിതൃദോഷമെന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. നമ്മൾ ഇതൊന്നും ചെയ്യാതെ വരുമ്പം നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുകയില്ല. അത് അവർക്ക് വേദന ഉണ്ടാക്കുകയും ആ വേദന നമ്മളിലോട്ട് ശാപമായി വന്ന് പതിക്കുകയും ചെയ്യും. ഒരുപാട് ആളുകൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. മരിച്ചുപോയവർ മരിച്ചുപോയി എന്നുള്ളതാണ് മിക്കവരും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ കുലത്തെ കാക്കുന്ന കുലദൈവത്തെ പോലെ തന്നെ നമ്മുടെ പിതൃക്കളുടെ ആശീർവാദവും അനുഗ്രഹവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും അതിന് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ കുടം കമഴ്ത്തി വെച്ച് അതിന് പുറത്ത് ജലം ഒഴിക്കുന്നതിന് തുല്യമാണ്. എത്ര വലിയ ക്ഷേത്രങ്ങളിൽ പോയിട്ടും എത്ര രൂപ മുടക്കി എത്ര വലിയ ശക്തിയുള്ള പൂജകൾ നമ്മൾ ചെയ്താലും ഇതിനൊന്നും ഒരു ഫലവും നമുക്ക് കിട്ടില്ല. ഇപ്പം ബലിയിടാൻ സാധിക്കാത്തത് ആർക്കൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇനി ബലി ഇടുന്നവർ വ്രതമെടുക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു. നോൺ വെജ് കഴിക്കരുത്, ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്, വ്രതമെടുക്കുക തന്നെ വേണം. വ്രതമെടുക്കാതെ ഒന്നും പോയി നമ്മൾ ബലിയിടാനായിട്ട് പാടില്ല. നമ്മുടെ പിതൃക്കന്മാരെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ പോയി ബലിയിടണം. പുഴ, കുളം ഇതിനൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ ബലിയിടുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. കാരണം സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്ന് നീങ്ങുന്ന ഈ ഒരു സമയത്ത് നദികൾ പുണ്യമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പം ഗംഗ പോലുള്ള വലിയ വലിയ നദികളുടെ അടുത്ത് പോയി നമ്മൾ ബലിയിടുന്ന ഫലം ഈ ഒരു സമയത്ത് നമ്മൾ പോയി ബലിതർപ്പണം ചെയ്യുമ്പം ലഭിക്കും. ഇപ്പം മിക്ക ക്ഷേത്രങ്ങളിലും കുളവും അതുപോലെ തന്നെ ഒഴുകുന്ന പുഴയൊക്കെ ഉണ്ടാവും. അപ്പം അത് മതിയാവും. ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല, അബ്രോഡ് പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ, അതായത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് ബലി ഇടേണ്ടത് എന്നുള്ളത്. കാരണം നമ്മൾ ബലി ഇടേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിതൃക്കൾക്ക് നമ്മൾ മോക്ഷം കൊടുത്തെങ്കിൽ മാത്രമേ ഇഹലോകത്തിൽ നമുക്ക് മുക്തി കിട്ടുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോവേണ്ടതായിട്ട് വരും. ഇപ്പോൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്ക് ബലിയിടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യം, രാവിലെ ഒരു പാത്രത്തിലോ വാഴയിലയിലോ നല്ല ചോറ്, ഫ്രഷ് ആയിട്ടുള്ള ചോറ് നമ്മൾ വെച്ചിട്ട് ആ ചോറ് വീട്ടിലുള്ള മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒരല്പം എടുത്ത് അതിലൊരല്പം എള്ളും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കാക്കയ്ക്ക് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അത് നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പം അതിനോടൊപ്പിച്ചടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ജലം കൂടിയിട്ട് വെക്കണം.
എന്നിട്ട് മനസ്സിൽ നമ്മുടെ മൺമറഞ്ഞു പോയ പിതൃക്കളെയൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നതെന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതിയാവും. തീർച്ചയായും കാക്ക വന്നത് കഴിക്കും. അവരത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരിക്കുകയും വേണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറഞ്ഞ് ബലിയിടിയിക്കണം. കാരണം നമ്മുടെ ഐശ്വര്യം, നമ്മുടെ കുടുംബത്തിലോട്ട് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരിക്കും. അതേപോലെ തന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കറുത്ത വാവിന് ജനിക്കുന്ന ആളുകൾ നമ്മുടെ അതിപ്പോൾ കർക്കിടകത്തിലെ അമാവാസ്യം തന്നെയല്ല, ഏതൊരു മാസം വരുന്ന അമാവാസ്യ തിഥിയിൽ ജനിക്കുന്നവർ കള്ളം പറയുക, മോഷ്ടിക്കുക, അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ അവർക്ക് എപ്പോഴും ഉണ്ടാവുക. ഇത് എല്ലാവർക്കുമല്ല, ചിലവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ദിവസം കറുത്ത പശുവിന് ഭക്ഷണം കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറുത്ത വാവിൽ അല്ലെങ്കിൽ അമാവാസിയിൽ ജനിച്ചു എന്ന പേരിലുള്ള എന്തൊരു ദോഷവും അവരിൽ നിന്ന് വിട്ട് മാറിപ്പോകുന്നതായിരിക്കും. അപ്പം കർക്കിടക വാവിന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. മറ്റു മാസങ്ങളിൽ വരുന്ന കറുത്തവാവിന് കൊടുത്തു കഴിഞ്ഞാൽ 150% ഫലം കിട്ടും. കർക്കിടക മാസത്തിൽ വരുന്ന കറുത്തവാവിന് കൊടുത്തു കഴിഞ്ഞാൽ 100% നമുക്ക് ഫലം കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം ഉഗ്രദൈവ ക്ഷേത്ര ദർശനമാണ്. ഉഗ്രദൈവങ്ങളെന്ന് പറയുമ്പം ഭദ്രകാളി, നരസിംഹസ്വാമി, വാരാഹിയമ്മ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ആ ക്ഷേത്രത്തിൽ ആ ദൈവത്തിന് പ്രാധാന്യമുള്ള വഴിപാട് എന്താണോ അത് കഴിപ്പിക്കുക. അന്നത്തെ ദിവസം അത് ചെയ്യുന്നതും നമുക്ക് വളരെയധികം നല്ല ഫലം തന്നെയാണ് തരുന്നത്. ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ ബലിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പം നാളെ രാവിലെ ഒരു 10 മണിക്കുള്ളിൽ നമുക്ക് ബലിയിടാവുന്നതാണ്. ബലിയിടുന്നവരൊക്കെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നിലവിളക്കുണ്ടെങ്കിൽ ഒരു നിലവിളക്ക് നമ്മൾ ഒരുക്കി വെക്കണം. ഒരു വാഴയിലയുടെ പുറത്തോ അല്ലെങ്കിൽ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റിൻ്റെ പുറത്തായിട്ട് നിലവിളക്ക് വെക്കുക. കിഴക്കും പടിഞ്ഞാറുമായിട്ട് 2 തിരിയിട്ട് കത്തിക്കുക. നമ്മൾ തെക്കോട്ട് നിന്ന് വേണം ബലിയിടാൻ. ഒരു വാഴയില എടുക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുക്കാം. അതിലോട്ട് ചോറെന്ന് പറയുമ്പോൾ ഉണക്കലരിയാണ് ഏറ്റവും നല്ലത്. ഇനി ഉണക്കലരി കിട്ടാത്തവർക്ക് പച്ചരി എടുക്കാം. കുത്തരി ഒന്നും എടുക്കരുത്. അത് നന്നായിട്ട് വേവിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അരി ഊറ്റിയെടുക്കരുത്. ആ വെള്ളത്തിൽ തന്നെ ഇത് പറ്റിച്ചെടുക്കണം. അതിനുശേഷം ഒരു ഉരുളയായിട്ട് നമ്മൾ എടുക്കുക. അതിനോടൊപ്പം കറുത്ത എള്ളും കൂടി മിക്സ് ചെയ്ത് ഉരുളയായിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ കയ്യിൽ ജലമെടുത്ത് അതിലോട്ട് നമ്മൾ ഒഴിക്കുകയാണ്. ഈ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അമ്മ വഴിയുള്ള എല്ലാ പിതൃക്കളെയും അച്ഛൻ വഴിയുള്ള എല്ലാ പിതൃക്കളെയും നമ്മൾ മനസ്സിൽ സ്മരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ രക്തബന്ധം മാത്രമല്ല ഇവിടെ, പകരം നമുക്ക് നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ചില ആളുകളുണ്ടാകും. നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി, നമുക്ക് അത്രമേൽ അടുപ്പമുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ളവരെയും മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് ബലിയിടാം. കറുത്തവാവ്, അതായത് കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മൺമറഞ്ഞു പോയ എല്ലാവരെയും, നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ബലിയിടുക എന്നുള്ളതാണ്. അപ്പം അവരെയൊക്കെ മനസ്സിലോർത്ത് നിങ്ങൾ വന്ന് സന്തോഷത്തോടു കൂടി എൻ്റെ ഈ ഒരു ബലി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിച്ചതിന് ശേഷം ആ ഒരു ചോറ് നമുക്ക് കാക്കകൾക്കോ കിളികൾക്കോ കഴിക്കാൻ കൊടുക്കാം. ഇനിയിപ്പോൾ അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളത് കെട്ടി കളഞ്ഞാൽ മതിയാവും. ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അതേപോലെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സദ്യ കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. ഉച്ചയ്ക്കത്തെ സദ്യ, അതായത് നമ്മുടെ മൺമറഞ്ഞു പോയ പിതൃക്കൾക്ക് പലരും പല രീതിയാണ്. അപ്പം ചിലർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഡ്രസ്സ്, വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാം വാങ്ങിച്ചു വെച്ച് ഒരു സദ്യ, ഓണത്തിനൊക്കെ നമ്മൾ സദ്യ വെക്കുന്ന പോലെ സദ്യയായിട്ട് കൊടുക്കും. ചിലയിടങ്ങളിൽ നോൺ വെജ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും ചെറുപ്പം മുതലേ ചെയ്ത് വന്നിട്ടുള്ള ശീലം എന്താണോ, നിങ്ങൾ എന്താണോ കണ്ടിട്ടുള്ളത്, ആ രീതിയിൽ നിങ്ങൾക്ക് സദ്യയൊക്കെ കൊടുക്കാവുന്നതാണ് നമ്മുടെ നാട്ടിലെ ശീലങ്ങൾക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കർക്കിടക മാസത്തിലെ കർത്തവാവ് വെറുതെ നമ്മൾ മിസ് ചെയ്ത് കളയരുത്. കാരണം അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണിത്. പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദിവസം. അപ്പോൾ കഴിയുന്നതും എല്ലാവരും നാളത്തെ ദിവസം ബലിയിടണം. അതിൽ തന്നെ നമ്മൾ സാധാരണ വ്രതങ്ങൾ പോലെയല്ല, ഇത് നമ്മൾ വ്രതമെടുത്ത് തന്നെ നമ്മൾ ബലിയിടണം. വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലോടെ നമ്മളിതിന് ബലിയിട്ടിട്ട് മാത്രമേ കാര്യമുള്ളൂ. അതുപോലെ ഇന്നും നാളെയും സ്ട്രിക്ട്ലി നോൺ വെജ് അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ബലിയിടാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.